അത്രത്തോളം ലിപ് ടോക്ക് സീൻ വരുന്നോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമെന്നുള്ള സീനുകളൊക്കെ വന്ന രേണുസുതി അഭിനയിക്കും എന്നുള്ളത് ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ, പരിമിതികളുണ്ടോ ഒരു അഭിനേതാവെന്ന നിലയിൽ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ സിനിമയുടെ കാര്യമാണ്. ഡയറക്ടർ പറഞ്ഞ നമ്മൾ ക്യാരക്ടറിന് വേണ്ടി അതും ചെയ്യും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വീണ്ടും രേണുസുതി. അല്ലാതെ എന്താല്ലേ, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ മറ്റേ ചാനലുണ്ട് ഗോപ്രോ റിയാക്ട്സ്, അതിലാണ് സോഷ്യൽ ഇഷ്യൂസിനൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ചാനലിലൂടെ രേണുസുതി ചെയ്യുവാനുള്ള 2-3 റീസൺസ് ഉള്ളത്. ഒന്ന് ഓഫ് കോഴ്സ് വാല്യൂ ഉള്ള കോണ്ടൻറ്റാണ്, പറയുന്നതിനൊന്നും ഒരു മടിയില്ല. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നൊരു കോണ്ടൻറ്റ് ഇന്നിപ്പോൾ രേണുസുതിയാണ്. നാളെ വേറെ പലതും ആവാം, ഇന്നലെ വേറെ പലതും ആയിരുന്നു. പിന്നെ ഒരുപാട് പേര് എനിക്കിത് ഷെയർ ചെയ്ത് തരും, റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയും, പിന്നെ അവരുടെ വ്യൂസ് പറയും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാറ്. ഞാൻ മാത്രമല്ല, മിക്ക കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അങ്ങനെയാണല്ലോ ചെയ്യാറല്ലേ. എന്തായാലും വെറൈറ്റി മീഡിയ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ റോഹൻ്റെ കൂടെ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ, ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ റീസൺ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം രേണുസുതി ബിഗ് ബോസിലേക്ക് കൺഫേം ആയിട്ടുണ്ട്. റോഹൻ ഇപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല എന്നുള്ളത് കേൾക്കുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു റോഹൻ അല്ലെങ്കിൽ റോഹനെ പോലെ റോഹൻ ബിഗ് ബോസിലേക്ക് വരണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെക്കാളും ഏറ്റവും കൂടുതൽ ഭീകരനാണ് ഈ അങ്ങനെ സംസാരം കേട്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ റോഹൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, റോഹൻ ഈ മറ്റേ സംസാരിക്കുന്ന എൻ്റെ ഒരു ഫീലിംഗ് പറയാം കേട്ടോ, മറ്റാൾ പറയുന്ന സംഗതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് വെച്ചിട്ട് ലാസ്റ്റ് ഏകദേശം നടുക്കെത്തുമ്പോൾ തന്നെ ഇവൻ ഫസ്റ്റ് സെൻറ്റൻസ് ഓർത്തിട്ട് അത് കണക്ട് ചെയ്ത് പറയും. ആ കണക്ട് ചെയ്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 കാര്യമാണ് ഈ ഇൻ്റർവ്യൂ കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, രേണുസുതി വായത്തൊന്നിലൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. കാര്യമായ നിലപാടുകളൊന്നുമില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, മലക്കം അറിയുന്നു, പറഞ്ഞ സംഗതികൾ ഉറച്ചു നിൽക്കാത്ത പല പരിപാടികളും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കോണ്ടൻറ്റ് ഉണ്ടാവും. അപ്പുറത്തിരിക്കുന്ന വ്യക്തി രോഹനെ പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ, രോഹനെ പോലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എടുത്തൊടുക്കുന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയില്ല, രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. പക്ഷേ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ ഒരു നിലപാടുകളെ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരാളല്ല എന്ന് എനിക്കെന്തോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ട സമയത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കിച്ചുവും രേണുസുതിയും തമ്മിലുള്ള ബന്ധം. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ബന്ധം അവർ തമ്മിൽ ബന്ധമായിട്ട് കൂട്ടിക്കുഴക്കില്ല. നല്ല രീതിയിൽ അവർ രേണുമ്മയും മകനുമായിട്ട് കഴിയുന്നേ ആയിരിക്കാം. ഇന്നലെ മിനിയാന്ന് വീണ എസ് പിള്ളൈ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു അവർ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നപ്പോൾ അവർ പറഞ്ഞു കിച്ചുവിനെ രേണു നോക്കിയിരുന്നില്ല കിച്ചുവിനെ, അതിൻ്റെ പേരിൽ ഇയാൾക്ക് സുധിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് ഞാനും അതാണ്, അങ്ങനെ ചെയ്തായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഇതിലൊരു പോയിൻ്റ് എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയത്, നോക്കൂ, ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി രേണുവിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അയാൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെ അവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തം മകൻ കിച്ചു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അയാളുടെ വീഡിയോസ്, അയാളെ ഇൻ്റർവ്യൂ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റേജിലൊക്കെ വന്ന് പറഞ്ഞ് കേട്ട സമയത്തൊക്കെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അത്രയും സ്വന്തം മകനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്നൊരു വ്യക്തി ആ മകനെ നോക്കാത്ത ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിക്കുമോ? എനിക്ക് ചെറിയ സംശയം കേട്ടോ. അപ്പോൾ അത് മാത്രം ഈ വീണ പറഞ്ഞതിൽ എന്താ അവരെടുത്ത് ഓരോ ഭാഗത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പ്രൂഫ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവർ വന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവർ അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ആ ഒരു സംഭവം പറഞ്ഞിരുന്നു. ഇത് കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ഈ കിച്ചും ഒരു വീട് സംബന്ധമായിട്ട് ഋതപ്പൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് കിച്ചു ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും കിച്ചു പറഞ്ഞതായിട്ട് നമുക്ക് ഒരാൾക്കും അറിവില്ല. പക്ഷേ ഒരു കമൻറ്റിന് മറുപടി പോലും അവൻ കൊടുത്തിട്ടില്ല. കാരണം അവൻ കൊടുക്കില്ല. കാരണം അവൻ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാരണവശാലും അവൻ ഇതിനെക്കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആയിരിക്കും. ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തില്ല, എനിക്ക് റിയാക്ട് ചെയ്യാനേ തോന്നിയില്ല. ബാക്കി എന്ത് കേസ് എടുത്തിട്ടാണ് ഇപ്പോൾ വീണയൊക്കെ പലത് കാര്യങ്ങളെന്ന് പറയുമ്പോഴും അങ്ങനെ പലരും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴും ആ മനുഷ്യൻ്റെ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കാൻ കാരണം വെച്ചാൽ കിച്ചുവിനെ ഫോൺ ചെയ്തിട്ട് അതൊന്നും വിളിച്ച് പറഞ്ഞു, നീ ഒരു അനാഥനാണ്, അങ്ങനെയൊക്കെ ചങ്ങായി പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിക്ക് അത്ര ഒരു പ്രസക്തി ഞാൻ കൊടുത്തിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതിൽ പിന്നെ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് തുറന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന്
പറയാൻ പറ്റാത്ത സാഹചര്യം എന്തായാലും ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ കൊല്ലം സുധി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഈ ഫെയിമിലേക്കായി ഇതുപോലുള്ള കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത് വരെ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും തന്നെ നോക്കിയൊരു സ്ത്രീയല്ല നോക്കിയ അമ്മ എന്നുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ പയ്യനെ ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ റീസെൻ്റായിട്ട് ഇപ്പോൾ ലാസ്റ്റ് കിച്ചുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ കിച്ചുവിൻ്റെ വീഡിയോൻ്റെ വീഡിയോ ആണ് കാളഹസ്തി പോകുന്നൊരു വീഡിയോ. ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ എപ്പോഴും ഈ കമൻറ്റ് ബോക്സ് നോക്കാറുണ്ട് കേട്ടോ. പല വീഡിയോസിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകളുണ്ട്. പക്ഷേ ഒരുപാട് കമൻറ്റുകളിലും ചില കമൻറ്റുകൾക്ക് കിച്ചു പോയിട്ട് ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ അതിൻ്റെ ഒരു പരിപാടി എന്നുള്ളത്. ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കും, പക്ഷേ ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല. അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന, അവർക്ക് അത് ശരിയെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ആൾക്കാർ ചെയ്യുന്നതിന് നന്ദി സൂചകമായിട്ട്, അല്ലെങ്കിൽ ചില കമൻറ്റ്സ് അവർ പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ ചിലർക്ക് സാറോട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലൊരു വ്യക്തിയാണ് കിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നൊരു കമൻറ്റ് നോക്കൂ. വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയും പറയുന്നത് കേട്ടനുസരിച്ച് പഠിച്ചു മിടുക്കനായ എല്ലാവർക്കും താങ്ങും തണലും ആകണം. രേണു അമ്മയെപ്പോലെ താങ്ങായവർക്ക് ഇട്ട് താങ്ങാതെ നന്നായി വരട്ടെ എന്ന്. മനസ്സിലായോ? രേണു അമ്മയെപ്പോലെ താങ്ങായവർക്ക് താങ്ങാതെ, അതെന്താണെന്നുള്ളത് മനസ്സിലായി. ഇത് 411 തംസപ്പ് കിട്ടിയിട്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട്. കിച്ചു ഇതിന് പോയി ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കമൻസിൽ നോക്കുന്ന സമയത്ത് കിച്ചു അതിനൊക്കെ മറുപടി എന്നുള്ള കണ്ടീഷനിൽ അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഹാർട്ട് ഇട്ട പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നു കേട്ടോ. മോനെ, നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നീ നിൻ്റെ അച്ഛനോട് സ്നേഹമുള്ള മോനാണ്. രേഷ്മ തങ്കച്ചനെ പോലെ എപ്പോഴും നിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് നീ റീച്ചുണ്ടാക്കുന്നില്ല. ആളുകൾ ഇഷ്ടപ്പെട്ടു തരുന്ന ലൈക്കാണ് മോനെ നിൻ്റെ. ഇങ്ങനെ തന്നെ നീ ഹാപ്പിയായി മുന്നോട്ട് പോവുക, ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമൻറ്റ്, ഇതിനും പോയിട്ട് കിച്ചു ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഈ പല കമൻറ്റ് ബോക്സുകളിലും പല ആൾക്കാരുടെയും കാണുന്നുണ്ടല്ലോ, നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് പല മെസ്സേജസിനും മറുപടി വേറെ രീതിയിൽ വേറെ ഇത് കണക്റ്റഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതൊന്നും കിച്ചു തംസപ്പ് കൊടുക്കാതെ ഇതുപോലുള്ള കമൻറ്റുകൾക്ക്, ഒരുപാട് കമൻറ്റിന് ബാക്കി ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് കമൻറ്റുകൾക്ക് കിച്ചു അവിടെ പോയിട്ട് ഹാർട്ട് കൊടുത്തിട്ടുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പയ്യൻ്റെ മനസ്സിലൊരു പക്ഷേ ഉണ്ടായിരിക്കാം, അവന് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാവാം, വോട്ടെവർ. അപ്പോൾ ഇതാണ് ഒരു റീസൺ ഈ ഒരു വീഡിയോ എടുക്കാനുള്ളത്. രണ്ടാമത്തത് രേണുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതെന്താ വെച്ചാൽ മലക്കമറിച്ചിലാണ് പറയുന്നത്. രണ്ട് കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, രേണുവിൻ്റെ മലക്കമറിച്ചിൽ. ഈ മലക്കമറിച്ചിൽ റിലവൻസ് എവിടെ വരുന്നത് അറിയോ? ബിഗ് ബോസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് മലക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്ന് പറഞ്ഞാൽ വൈകുന്നേരം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എടുത്തു കൊടുക്കും. അപ്പോൾ എന്തായാലും രോഹൻ്റെ ഇൻ്റർവ്യൂ കാണാം കേട്ടോ. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ ആവാനാണ് ആഗ്രഹം? ഇപ്പം നമ്മൾ പറയുന്നുണ്ട് പല വാക്കുകളും നമ്മൾ കുറേ ആളുകളിലേക്ക് എത്താനുള്ള പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എവിടെ പോയാലും ഇപ്പം ഈ പ്ലാറ്റ്ഫോം എന്നല്ല, ഏത് ഞാനായിട്ട് തന്നെ നിൽക്കും. സിനിമയിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷത്തിലോ മാത്രമേ ഞാൻ വേറെ ക്യാരക്ടർ ആകത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാനാണ്. ഇങ്ങനെയാണ് ഞാനാണ് രേണുസുതിയാണ്. അല്ലാതെ രേണുസുതിക്ക് വേറൊരു മറ വെച്ചിട്ട് രേണുസുതി ആയിട്ടൊന്നും ഇല്ല. പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആവും. അങ്ങനെ ശരിക്കും ബിഗ് ബോസ് പോയതിനു ശേഷം ഞാനത് കണ്ടിന്യൂസ് കാണുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല. സ്ക്രോൾ ചെയ്ത് ഷോർട്സ് കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്കൊന്നും അറിയാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്? ശരിക്കും ഇത് ഈ ഒരു വാചകം ബിഗ് ബോസിലേക്ക് പോകുന്ന പല ആൾക്കാരുടെ ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഷോ കണ്ടിട്ടില്ല, കാരണം വെച്ചാൽ ഞാൻ ഈ ഷോയുടെ ഫാനാണ് എന്ന് പറയും ചില ആൾക്കാർ പറയും. ചില ആൾക്കാർ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്, പല സീസൺസും കണ്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷേ 6 സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന 7ാമത്തെ സീസണിലേക്ക് കിടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 രേണു സുധി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ സീസണിൽ ഒരാളുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ബിഗ് ബോസിലേക്ക് കൺഫേം ആയി കഴിഞ്ഞാലാണ് വരിക. ഇനി സ്ലോലി കുറച്ച് ദിവസം കൂടി, എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണുവിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ. എന്നെ ഈ മീഡിയ മുഴുവൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ വിടും. അല്ല, നേരത്തെ പറഞ്ഞു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് മീഡിയയിലോട്ട് വന്നതെന്ന്. ജീവിതമാർഗത്തിലൂടെ വന്നതാണ് എങ്കിൽ പോലും അതൊരു പാഷനാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ അവസ്ഥയിലൂടെ വന്ന സമയം കളയുന്നത് നമ്മുടെ കുറ്റം നമ്മൾ തന്നെ കേട്ടിട്ട് നമ്മളെന്തിനാ സമയം കളയുന്നത്? സിമ്പിൾ. എന്തിനാ അത്ര വ്യൂ കൂട്ടുന്നവർക്ക്? അതറിയാം ശരിക്കും. 2 റീല് ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടത്തില്ലേ വ്യൂ? കിട്ടും. പക്ഷെ ആ റീച്ച് കിട്ടുന്നത് ശരിക്കും ഇങ്ങനെ കുറെ ഷോർട്ട് മൂവീസ് കിട്ടിയിട്ട് അവർക്ക് ഇത്രത്തോളം മില്യൺ വ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു വ്ളോഗ് ചെയ്തൂടെ? എനിക്ക് ഓൺ ചാനലിലൂടെ മാത്രം ഞാൻ എന്റെ ചാനൽ അപ്പൊ അതിലൂടെ മാത്രം ഞാൻ ചെയ്ത പോലെ, കാരണം ഇത് കിട്ടുന്ന വ്യൂസ് മുഴുവൻ എനിക്ക് റവന്യൂ ആയിട്ട് വരില്ലേ? അങ്ങനെ ചിന്തിക്കുന്നു.
അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബോധം വേണ്ടയാളൊന്നും ചിന്തയില്ല. ബോധക്കിൽ നേരത്തെ പറഞ്ഞോളൂ ആ നല്ല വ്യൂസ് ബോധമുണ്ട്. എനിക്ക് കിട്ടില്ല എന്ന് ചോദിച്ച ആളാണ് അല്ലേ? അതല്ല, ഈ റീലില്ല എന്റെ ഫോണിനകത്ത് റീല് ഇൻസ്റ്റയില്, അതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ റീച്ച് കിട്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് മറ്റേ വരുമാനത്തിന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇല്ല. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ കാണത്തില്ലേ 2 റീല് ചെയ്താ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല അതിന്റെ അകത്തൂടെ വരുമാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും വരുമാന വിഷയമല്ല, ആ വരുന്ന കാര്യം അത്രേ ഉള്ളൂ. ഇരട്ടത്താപ്പിന്റെ അയ്യരികളിയാണ് അല്ലേ? കൂട്ടാൻ നോക്കിയാ പോലെ അല്ലേ? ഇരട്ടത്താപ്പിന്റെ പീക്കില് നിൽക്കുക അങ്ങോട്ട്. അത് വേണം ഇത് വേണം അല്ലേ? അതും ഇതും ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ ഒരു തിങ്കിങ്ങും കൊണ്ട് ബിഗ് ബോസിലേക്ക് പോവുക, പ്രത്യേകിച്ച് രോഹനെ പോലൊരു വ്യക്തി അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ രേണു സുധി പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ട് തീർക്കാനാണ് അവർ ഇതുപോലെ ഇറങ്ങിയെന്ന് പറഞ്ഞത്. കാരണം സോഷ്യൽ മീഡിയ റീച്ച് അവർ നോക്കിയിട്ടില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി അവർ നോക്കിയിട്ട്. കാരണം അവർക്കെതിരെ വരുന്ന ആരോപണം കംപ്ലീറ്റ് അതാണ്, അതവർ നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് അവർക്ക് പാഷനായി. അപ്പോൾ സ്വാഭാവികമായിട്ട് രോഹൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, വരുമാനത്തിനുള്ള മറ്റു മാർഗ്ഗങ്ങളുണ്ടല്ലോ, സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യാൻ, പരിപാടി ചെയ്യാം. അപ്പോൾ ഞാൻ വരുമാനം നോക്കിയിട്ടില്ല എന്ന്. അപ്പോൾ രണ്ടും എന്താ പറയുക, ഒരേ സമയം 2 അഭിപ്രായമാണ്. ഇതുപോലത്തെ അഭിപ്രായങ്ങളോടും കൂടി കൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രോഹനെ പോലത്തെ ആൾക്കാരുടെയൊക്കെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചെഴുതപ്പെടുന്നുള്ളത് 100% ഷുവറാണ്. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഇപ്രാവശ്യം എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ ഒരാൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രോഹനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേറെ ബാക്കിയുള്ളവരുടെയൊക്കെ കാരണം ഞാൻ കുറേ സീരിയൽ ഭാഗത്തു നിന്നുള്ള പല ആൾക്കാരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടല്ലോ. പക്ഷേ റോഹൻ അതിൻ്റെ ഉള്ളിൽ വന്ന് കാണാൻ, കാരണം നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് പറഞ്ഞാൽ കുറേ തല്ലുംപിടി, കുറേ അച്ചറ കുച്ചറ, അതല്ല. നല്ല രസകരമായിട്ടുള്ള ഇതുപോലത്തെ പൊളിച്ചടക്കലുകൾ കാണാം. മുഖം മൂടികൾ പൊളിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അത് കാണുന്ന സമയത്താണ് നമുക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഒരു ഹരണ്ടാവാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വേറെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.